ക്രിസ്മസ് ആവാറായല്ലോ, എന്നാൽ പിന്നെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. മുട്ട ചേർക്കാത്ത, ആൽക്കഹോളിലൊന്നും സോക്ക് ചെയ്യാത്ത, ഓവനൊന്നും വേണ്ടാത്ത ഒരു സാധാരണ പ്ലം കേക്ക്. ആർക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പ്ലം കേക്ക്. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ സോഫ്റ്റും ജ്യൂസിയുമായിട്ടുള്ള ഈ ഒരു പ്ലം കേക്കിൻ്റെ രുചി ആസ്വദിക്കൂ. പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ അല്പം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ സോക്ക് ചെയ്യാൻ പോകുന്നത്. ആൽക്കഹോളിലൊന്നുമല്ല, ഇത് ആർക്കും വീട്ടിൽ ചെയ്യാവുന്ന രീതിയാണ്. ഞാനൊരു 50 ഗ്രാം റെഡ് ചെറി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. എല്ലാ കളേഴ്സും മിക്സ് ചെയ്തൊരു 50 ഗ്രാം ഉണ്ട്. പിന്നെ ഒരു 50 ഗ്രാം ബദാം അല്ലെ ആൽമണ്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കാഷ്യൂനട്ട് ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചേർത്താൽ മതി. ഇതൊരു 50 ഗ്രാം സീഡ്ലെസ് ബ്ലാക്ക് ഗ്രേപ്സ്. ഇത്രയാണ് ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഇത് വളരെ ചെറുതായി അരിഞ്ഞതാണ്. നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന ഓറഞ്ച് സെസ്റ്റിന് പകരം ഇത് ചേർത്താലും മതി. ഇനി ഇതെല്ലാം നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് നാളെ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്ന് സോക്കായതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കും. ഒരുപാട് ദിവസങ്ങളൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂറൊക്കെ സോക്ക് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഓറഞ്ച് ജ്യൂസ് കാണുമ്പോൾ നമുക്ക് ഒരുപാടുണ്ടെന്ന് തോന്നും. ഇത് നല്ലോണം മിക്സായി സോക്കായി വരുമ്പോഴത്തേക്കും കറക്റ്റായിരിക്കും. ഒട്ടും എക്സ്ട്രാ ഉണ്ടാവില്ല. കേക്ക് ബേക്ക് ചെയ്യുന്നതിന് 1-2 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെക്കണം. റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ഉപയോഗിക്കാൻ. ഇനി കേക്ക് ബേക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ളത് ഷുഗർ കാരമലൈസിംഗ് ആണ്. ഇത് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി നമുക്കൊന്ന് കാരമലൈസ് ചെയ്യാം. ആ പ്ലം കേക്കിൻ്റെ കറക്റ്റ് കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം. ഒന്ന് സ്പ്രെഡ് ചെയ്തിടാം. ഇതിലൊട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇപ്പോൾ ഒന്ന് ഉരുകി തുടങ്ങട്ടെ. ഉരുകി തുടങ്ങുമ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. സൈഡിൽ നിന്നെല്ലാം ഉരുകി വരട്ടെ. ഇപ്പോൾ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. കണ്ടു, ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇത്രയും വെള്ളം ഇതിലുണ്ട്. ഇനി 1/2 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. തിളച്ചതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് പകുതിയാവണം. അതുവരെ തിളക്കട്ടെ. അപ്പോൾ ഇനി ഇതിവിടെ ഇരുന്ന് കട്ട പിടിക്കില്ല. നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും. ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിടാം. തണുത്ത് കഴിയുമ്പോൾ കറക്റ്റായി വന്നോളൂ. കണ്ടോ, ഈ ഒരു കളറിൽ കിട്ടണം. എന്നാലേ നമ്മുടെ പ്ലം കേക്കിന് ആ കളർ കിട്ടുകയുള്ളൂ. നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഓഫ് ചെയ്തിടാം. ഇപ്പോൾ അല്പം വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടയായി വരും. ഇനി നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ആട്ടയിൽ ചെയ്യണം എന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കണം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഇത് ഗ്രാമ്പൂ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. ഒരു 2 ടീസ്പൂൺ ചേർക്കാം. പഞ്ചസാരയും കൂടി ഉള്ളത് കൊണ്ട് 2 ടീസ്പൂൺ. ഗ്രാമ്പൂ മാത്രമാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഞാൻ വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. പട്ട, ചുക്ക് ഇതൊന്നും ചേർക്കുന്നില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കാം. അരിക്കും തോറും നമ്മുടെ കേക്കിന് സോഫ്റ്റ്നെസ് കൂടും. പൊടികളെല്ലാം അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഈ ബൗളിൽ നിന്നൊന്ന് മാറ്റുകയാണ്. അടുത്ത മിക്സിങ്ങിന് എനിക്ക് വലിയ ബൗള് ആവശ്യമുണ്ട്. ഇനി 100 ഗ്രാം ബട്ടർ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും റൂം ടെമ്പറേച്ചറിലായ ബട്ടർ ആയിരിക്കണം.
ഉപ്പില്ലാത്ത ബട്ടറായിരിക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര കുറച്ച് കാരമലൈസ് ചെയ്തു, അതിൻ്റെ ബാക്കി ഭാഗം അതുകൂടി ചേർത്ത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്താലും മതി. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. അധികം പുളിയില്ലാത്ത തൈരായിരിക്കും കൂടുതൽ നല്ലത്. ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് മിക്സ് ആവും. ഒരു വിസ്കോ ഒരു തടിത്തവിയോ എന്തായാലും മതി. ഇനി ഇതിലേക്ക് മൈദ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. മൈദ മാത്രമല്ല, അതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഗ്രാമ്പൂ പൊടിച്ചതും എല്ലാം ഉണ്ട്. സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മിക്സിങ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മുടെ കാരമലൈസ് ചെയ്ത ഷുഗർ ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട്, എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള ലിക്വിഡായിട്ട് വന്നിട്ടുമുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ കേക്കിൻ്റെ മിക്സ്ചർ ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് കട്ടിയും ആവരുത്. കണ്ടോ, ഇത് തലേദിവസം സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമാണ്. ഇപ്പോൾ ആ ഓറഞ്ച് ജ്യൂസിൽ നല്ല പോലെ അബ്സോർബ് ആയിട്ടുണ്ട്. ഇത് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി വല്ലാതെ കട്ടിയായി പോയി തോന്നിയാൽ അല്പം പാല് ചേർക്കാം. ഇനി കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. അത് ലാസ്റ്റ് ചേർക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വല്ലാതെ സോക്കായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ക്രിസ്മസ് ഒക്കെ പോവും. ഇതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് മിക്സ് റെഡി. ഇനി ബേക്കിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. എൻ്റെ കേക്ക് ടിന്നിൽ അടിയിലൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. സൈഡിലും അടിയിലും എല്ലാം ബട്ടർ തടവിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കേക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഇതിലിടുന്നില്ല, കാരണം പൊങ്ങിപ്പോയാൽ ചിലപ്പോൾ സ്പേസ് മതിയാവില്ല. ചെറിയൊരു ടിന്നാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഒരു സെപ്പറേറ്റ് കേക്ക് ആക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ടാപ്പ് ചെയ്യുക. അതിൻ്റെ എയർ ബബിൾസ് എല്ലാം പുറത്തേക്ക് പോട്ടെ. നല്ലപോലെ ടാപ്പ് ചെയ്യണം. ഇനി ലാസ്റ്റ് ഒരു ഡെക്കറേഷൻ നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും അതിൻ്റെ മുകളിൽ വെക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടെ ഗ്രേപ്സും ഒക്കെ വെക്കാം. ഞാനിപ്പോൾ നട്ട്സ് മാത്രമാണ് വെക്കുന്നത്. ഇനി ഇതാണ് എൻ്റെ ഓവൻ സെറ്റപ്പ്. ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് ഇത്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. അതിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് കേക്ക് ടിൻ വെച്ചിരിക്കുന്നത്. ഇനി ഇത് അടച്ചു കൊടുക്കണം. നല്ല ചേർന്ന് അടപ്പ് വെച്ച് അടയ്ക്കുക. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ 1 മണിക്കൂറോളം സമയം എടുത്തിട്ടാണ് എൻ്റെ കേക്ക് ബേക്കായിട്ടുള്ളത്. ഇപ്പം നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഇട്ട് കൊടുത്താൽ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. പക്ഷെ ഡിമോൾഡ് ചെയ്യുമ്പോൾ നല്ലപോലെ തണുത്ത ശേഷം മാത്രം ഡിമോൾഡ് ചെയ്യുക. ഇപ്പോൾ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്യാം. കണ്ടിട്ട് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കട്ട് ചെയ്തൊക്കെ നോക്കാം. അടിഭാഗവും വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റുമാണ്. ആവശ്യത്തിന് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. സ്വാദിനും ഒട്ടും കുറവ് വരാൻ വഴിയില്ല. കട്ട് ചെയ്ത് നോക്കാം. സത്യത്തിൽ കേക്ക് ഉണ്ടാക്കാൻ ഞാനൊരു എക്സ്പേർട്ടൊന്നുമല്ല. എന്നിട്ട് പോലും ഇത്രയും നല്ലൊരു കേക്ക് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ സോഫ്റ്റായിട്ടുള്ള ഒരു പ്ലം കേക്ക്. അപ്പോൾ ഈ ക്രിസ്മസിന് നമുക്ക് വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. ഇനി ബാക്കി മാവ് കൊണ്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. ഇതാണ് ആ കേക്ക്. അതിൽ വലിയ ഡെക്കറേഷനൊന്നുമില്ല. അപ്പോൾ ഈ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.